തിരുവനന്തപുരം ഒരു നോർമൽ മോർണിംഗ്. കേസെല്ലാം കോർട്ടിൽ വരും. കോർട്ടല്ലല്ലോ റിയൽ ജസ്റ്റിസ് ഡിസൈഡ് ചെയ്യുന്നത്, അത് സിസ്റ്റം തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഉണ്ണികൃഷ്ണൻ, ഒരു DYSP റാങ്ക്ഡ് ന്യൂ ജോയിന്റ് ഓഫീസറിന്റെ സ്റ്റോറി. ഇതാണല്ലേ ആ ഓഫീസർ, കോടതിയിൽ സർക്കാരിനെ നേരിട്ട് എതിർത്തവൻ. അത് തന്നെ, ഡയറക്റ്റായി ആർഗ്യൂ ചെയ്തുവെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും എഴുന്നേൽക്കൂ. ഓർഡർ ഓർഡർ. എല്ലാവരും ഇരിക്കൂ. കേസ് വിളിക്കൂ. OP KAT number 112 of 2024. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ്. പിറ്റീഷണറിന് വേണ്ടി ആരാണ് ഹാജരാവുന്നത്? പ്രസന്റ് യോർ ഓണർ. യോർ ഓണർ, ഈ കേസ് ഒരു വ്യക്തിഗത പരാതിയല്ല. ഇത് മുഴുവൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. PSC നടത്തിയ പ്രക്രിയയിൽ, തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചില പ്രൊസീജറൽ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാരിന് പബ്ലിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ അപ്പോയിന്റ്മെന്റ് പുനഃപരിശോധിക്കാൻ അധികാരമുണ്ട്. ഓറലായി ക്വാളിഫൈ ചെയ്തതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പ്രത്യേക പോസ്റ്റിൽ അവകാശം പറയാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടിക്കാലിറ്റികൾ ഉള്ളപ്പോൾ. ഗവൺമെന്റ് കൗൺസിൽ സെലക്ഷൻ ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. അപ്പോൾ അപ്പോയിന്റ്മെന്റ് മാറ്റാൻ എന്താണ് കാരണം? യെസ് യുവർ ഓണർ, സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നാലും പോസ്റ്റിംഗ് തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനാണ്. മിസ്റ്റർ ഉണ്ണി, നിങ്ങളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. സിസ്റ്റത്തിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഭാഗം. സർ, ഞാൻ ലളിതമായി പറയും. PSC പരീക്ഷ എഴുതുമ്പോൾ ഞാനൊരു പ്രത്യേക പോസ്റ്റിനായി തയ്യാറായി. ഫലം വന്നപ്പോൾ ഞാനതിൽ ക്വാളിഫൈ ചെയ്തു. പിന്നീട് സർക്കാർ പറയുന്നത് നിങ്ങളെ മറ്റൊരു പോസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ്. സർ, പരീക്ഷ എഴുതുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫലം വന്ന ശേഷം ഞാൻ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം? ഗവൺമെന്റ് കൗൺസിൽ സെലക്ഷൻ ശരിയായാൽ പോസ്റ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്യാൻ നിയമപരമായ ന്യായീകരണമുണ്ടോ? യുവർ ഓണർ, ഇതൊരു ഇമോഷണൽ ആർഗ്യുമെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഇമോഷൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കില്ല. സർ, ഞാൻ സിസ്റ്റത്തെ എതിർക്കുന്നില്ല. പക്ഷേ സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എനിക്ക് എന്ത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനൊരു സഹായം ചോദിക്കുന്നില്ല സർ. എനിക്ക് ഞാൻ നേടിയ ഉത്തരവാദിത്തം മാത്രം വേണം. കോടതി ഉത്തരവ് റിസർവ് ചെയ്യുന്നു. കോടതി പിരിഞ്ഞു. കോടതി മുറിയിൽ നിന്ന് ഉണ്ണി പുറത്തേക്ക് നടക്കുന്നു. അവൻ കോൺഫിഡന്റ് ആണ്, പക്ഷെ കേസ് റിസ്കിയാണ്. ജയിക്കണമെങ്കിൽ സിസ്റ്റത്തിനെ ഫേസ് ചെയ്യണം. അവൻ നിശബ്ദമായി നടക്കുന്നു. ആരും അവനെ തടയുന്നില്ല. കോടതിയിൽ ജയിക്കുന്നത് ഈസിയാണ് മിസ്റ്റർ ഉണ്ണി, പക്ഷേ സിസ്റ്റമിൽ സർവൈവ് ചെയ്യുന്നതാണ് കഷ്ടം. സർ, ഞാൻ സർവൈവ് ചെയ്യാൻ വന്നിട്ടില്ല. സിസ്റ്റം മാറുന്നില്ല, മാറുന്നത് ആളുകളാണ്. അവൻ കാത്തിരിക്കുന്നു. അവസരം തേടിയല്ല, അറിയാൻ. മുഖങ്ങൾ, ഫയലുകൾ, രീതികൾ, അധികാരം. അവൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, ഒരാൾക്കൊഴികെ. സമയം പോകുന്നു. സിസ്റ്റം മാറുന്നില്ല. അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നതല്ല, ശരിയായത് ചെയ്യാൻ വന്നതാണ്. സെക്രട്ടേറിയറ്റ്, പവർ, ബ്യൂറോക്രസി, ജീവിതങ്ങളെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങൾ. കയ്യിൽ ഫയൽസ്, ചുറ്റും ബിസിയായ ആളുകൾ. അവൻ നടക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, സൈലന്റായി, കണ്ണുകളിൽ ഒരു പേർപ്പസ്. സാർ മീറ്റിംഗിലാണ്, കുറച്ച് കഴിഞ്ഞു വരാൻ പറഞ്ഞു. ശരി, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് സർ, ഇവിടെ ഇരിക്കാം. കയ്യിൽ ഫയൽസ്, ഡോർ തുറക്കുന്നു, അതോറിറ്റി അകത്ത് കിടക്കുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? യെസ് സർ. പ്ലീസ് കം ഇൻ. ലെറ്റ്സ് ടോക്ക്. Uni is called in. The conversation begins, formal but controlled. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, കോർട്ടിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഡൗട്ടില്ല, നിങ്ങൾ നല്ലൊരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ വിളിച്ചത്. സർ, ഞാൻ പറഞ്ഞത് ഒരു ലീഗൽ റൈറ്റിനെ കുറിച്ച് മാത്രമാണ്, അതിൽ പേഴ്സണലായിട്ടൊന്നും. ലീഗൽ റൈറ്റ് ഉണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ്. സർ, ആ കോൺസ്ട്രെയിൻസ് ജനങ്ങളുടെ ജീവിതം അഫക്റ്റ് ചെയ്യുന്ന സർവീസിൽ നിൽക്കാൻ കാരണമാവാൻ പറ്റും. അത്ര സിമ്പിൾ അല്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. സിസ്റ്റം ഒരു മഷീനല്ല, ഒരു നീണ്ട ചെയിനാണ്. ഒരു ലിങ്ക് മൂവ് ചെയ്യാൻ പോലും അനേകം അപ്രൂവൽസ്, ഫയൽസ്, റൂൾസ് എല്ലാം കടക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങൾക്ക് ഐഡിയലിസം ഉണ്ട്, അത് നല്ല കാര്യമാണ്.
പക്ഷേ സിസ്റ്റമിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. റോൾ ബുക്കൊന്നും റിയൽ വേൾഡൊന്നും രണ്ടുമായി ഒരുപോലെ പോകാൻ പറ്റും. നമ്മളെല്ലാം ഒരു മെഷീന്റെ ഗിയേഴ്സ് ആണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ഗിയറായി വർക്ക് ചെയ്യണം മെഷീന്റെ സ്പീഡ്. നിങ്ങൾ സ്പീഡ് മാറ്റാൻ നോക്കിയാൽ ഹോൾ സിസ്റ്റം സ്റ്റോപ്പ് ആകും. അപ്പോ നിങ്ങൾ തന്നെ ക്രഷായി പോകും. സർ, എനിക്ക് മനസ്സിലായി. ഞാൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം. പക്ഷേ എൻ്റെ വാല്യൂസ് മാറ്റിയല്ല സർ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അത് എനിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ലിമിറ്റിലാണ്. എൻ്റെ ഇൻറ്റഗ്രിറ്റിയിലേക്ക് വെല്ലുവിളിടുന്ന ഒരു ഓർഡർ എനിക്ക് പാലിക്കാൻ കഴിയില്ല. അതെൻ്റെ ഡിസിഷനാണ്. അത് മാറ്റില്ല. ഒരു വാക്ക് പോലും ഇല്ല. ഒരു തീരുമാനം നടക്കുന്നു പുറത്തേക്ക്. ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഫയല് മൂവായി. സ്റ്റാമ്പ് വെച്ചു. അപ്രൂവ്ഡ്. സിസ്റ്റം റിപ്ലൈ ചെയ്യുന്നു നിശബ്ദമായി. ഇതൊരു ട്രാൻസ്ഫർ അല്ല, ഒരു സൈലന്റ് സൈഡ് ലൈനിങ് ആണ്. ഓർഡർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഫോർമലായി റൂൾസ് ഫോളോ ചെയ്യും. ട്രാൻസ്ഫർ ഓർഡർ വന്നതോടെ ഉണ്ണികൃഷ്ണൻ ഒരു മറന്നുപോയ യൂണിറ്റിൽ എൻട്രി എടുത്തു. സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷേ പ്രവർത്തനമുണ്ടായിരുന്നില്ല. സർ, നിങ്ങൾ പുതിയ ഡിവൈഎസ്പി അല്ലേ? അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ എല്ലാം കണ്ടിരുന്നു. സർ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ? റെസ്പെക്ട് ഉണ്ട്, പക്ഷെ ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഇനിമേ ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടാകും. ഒരു കേസും പെൻഡിങ് ഇരിക്കരുത്. ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് വേണം. എക്സ്ക്യൂസസ് വേണ്ട, റിസൾട്ട് വേണം. ക്ലിയർ? ആദ്യ ദിവസം മുതൽ എല്ലാം മാറി തുടങ്ങി. ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രോസസ്സായി. ദിവസങ്ങൾ, മാസങ്ങളായി കെയോസിൽ നിന്ന് സിസ്റ്റം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ന്യൂ മോർണിംഗ്, ന്യൂ ചേഞ്ചസ്. 1 year later. ഇപ്പോ ഒരു ടീമുണ്ട്. റോൾസ് ക്ലിയർ, റെസ്പോൺസിബിലിറ്റി ക്ലിയർ. സിസ്റ്റം സ്ട്രോങ് ആയി, ടൂൾസ് ഇംപ്രൂവ് ആയി, സ്പീഡ് കൂടി. ഇവിടെ ഇപ്പോ ഒരു യൂണിറ്റ് അല്ല, ഒരു സിസ്റ്റമാണ്. Breaking news. Reports of a major blast in Palakkad. Senior police officers are believed to be among those affected. Details are still coming in. Multiple inputs coming in. Sources not matching. We are live from Palakkad Highway. Emergency vehicles are arriving continuously. Situation very tense here. Exact details ipo clear alla, but heavy police presence ഉണ്ട്. രണ്ടു ഇൻസിഡൻസ് സെയിം പാറ്റേൺ ആണോ? Still unclear. Unconfirmed reports suggest involvement of senior officers. Names are being verified. Don't release names. Not confirmed. Blast reported on highway. Senior officers possibly affected? A second incident at a nearby house. No official confirmation yet. We are receiving inputs from multiple sources, but nothing is confirmed yet. We urge viewers, do not spread unverified information. Please wait for official confirmation. Rumors spread cheyaradu. Cross-check every name. Timeline match avanilla. Something is off. Within minutes, the story spread everywhere. Facts blurred. Questions multiplied. But truth was still missing. നഗരം ഇന്നലെ രാവിലെ എഴുന്നേറ്റത് അപ്രതീക്ഷിതമായ അക്രമത്തിന്റെ ശബ്ദത്തിലേക്ക്. പക്ഷെ ആ ശബ്ദത്തിനുള്ളിൽ ഒരാൾ കേൾക്കാൻ തുടങ്ങുന്നു. നളിനി, രാത്രി ഷിഫ്റ്റ്, ശാന്തമായ നിരീക്ഷക. വാർത്തകൾ അവൾ പിന്തുടരുന്നില്ല, അവൾ അവയെ പഠിക്കുന്നു. ഇന്നത്തെ രാത്രി എന്തോ പൊരുത്തപ്പെടുന്നില്ല. 2 സംഭവങ്ങൾ, ഒരേ രാത്രി, വേറിട്ട സ്ഥലങ്ങൾ, പക്ഷെ സമയം ഒരേ വരിയിൽ. ഇത്ര കൃത്യത, ഇത്ര ശുചിത്വം, ഇത് യാദൃശ്ചികമല്ല. സാർ, സീനിയർ ഓഫീസേഴ്സ് ഡൗൺ, പലരും മരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിനുള്ളിൽ
വിവരങ്ങളെക്കാൾ വേഗത്തിൽ പടരുന്നത് ഭയം. വ്യക്തമായ ചിത്രമൊന്നുമില്ല, സ്ഥിരീകരണമില്ല, ചിതറിക്കിടക്കുന്ന വിവരങ്ങൾ മാത്രം, കൂടെ പേടി. പ്രഭാതമെത്തുമ്പോൾ നഗരം ഒരു സത്യം നേരിടുന്നു. ഇതിനി വാർത്തയല്ല, ഇത് സംഭവിച്ചിരിക്കുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു നിമിഷം പല ജീവനെടുത്തു. സാർ, എത്ര പേർക്ക് കാഷ്വാലിറ്റി ഉണ്ട്? സാർ, ഇത് ടെറർ അറ്റാക്ക് ആണോ? പിന്നോട്ട് പോകൂ, ലൈൻ കടക്കാൻ പാടില്ല. സീനിയർ ഓഫീസർമാരാണ് എന്ന് കേൾക്കുന്നു. ബ്ലാസ്റ്റിന്റെ കേന്ദ്രം ഇവിടെയാണ് പോലെ. സാർ, ഒന്ന് സൈഡ് ക്ലിയർ ആക്കാവോ? ഏരിയ സെക്യൂർ ചെയ്യൂ. മീഡിയയെ അകത്ത് കടത്തരുത്. സാർ, ഇത് ടെറർ അറ്റാക്ക് ആണെന്ന് കൺഫേം ചെയ്യാമോ? ഓഫീസർമാർ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഇത് ടാർഗറ്റഡ് അറ്റാക്ക് ആണോ? 2 സംഭവങ്ങൾ ഒരേ സമയത്ത് തമ്മിൽ ബന്ധമുണ്ടോ? ഈ പറഞ്ഞില്ലേ, പിന്നോട്ട് പോകൂ, ഇവിടെ നിൽക്കാൻ പാടില്ല. ഒഫീഷ്യൽ വിവരം വന്ന് അറിയിക്കും. ഇപ്പോൾ ഒന്നും പറയാനില്ല. കൺട്രോൾ ചെയ്യൂ, ആരെയും അകത്ത് കടത്തരുത്. സാർ, മീഡിയ പ്രഷർ കൂടുന്നു. ഫോറൻസിക് ഓഫീസർ, ബ്ലാസ്റ്റിന്റെ കേന്ദ്രം വാഹനത്തിനുള്ളിൽ തന്നെയാണ്. ഇന്റേണൽ ആണോ സാർ? അല്ല, പുറത്തു നിന്നുള്ള സ്ഥാപനം പോലെ. അനദർ ഓഫീസർ. ഷ്രാപ്നൽ ദിശ നോക്കുമ്പോ പുറത്തുനിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ബോംബ് സ്ക്വാഡ്. റിമോട്ട് ട്രിഗർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സാധാരണ ബ്ലാസ്റ്റ് അല്ല, ഇംപ്രൊവൈസ്ഡ് ഡിവൈസ് പോലെ തോന്നുന്നു. ടാർഗറ്റ് ചെയ്ത ആക്രമണമാണോ സാർ? പ്ലേസ്മെന്റ് നോക്കുമ്പോ ഇത് റാൻഡം അല്ല. വാഹനം നീങ്ങുമ്പോൾ ട്രിഗർ ആവുന്ന രീതിയാകാം. റിമോട്ട് സിഗ്നൽ ഉപയോഗിച്ചിരിക്കാനുള്ള ശക്തമായ സംശയമുണ്ട്. മറ്റൊരു സ്ഥലം, മറ്റൊരു നിശബ്ദം. ഇവിടെ ശബ്ദമൊന്നുമില്ല, പക്ഷേ എന്തോ തെറ്റാണ്. സാർ, അകത്താണ്. ആരും വാതിൽ സ്പർശിച്ചോ? ഇല്ല സാർ, ആരും അകത്ത് പോയിട്ടില്ല. കാത്തിരിക്കുകയാണ്. ആരും ജീവനോടെ ഇല്ല. സാർ, മുഴുവൻ കുടുംബം. കവർച്ച പോലെ തോന്നുന്നില്ല. വിലപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് സാർ. അപ്പോൾ എന്തിന് സാർ? ഇവിടെ തെരച്ചിൽ നടന്നിട്ടുണ്ട്, ഡോക്യുമെന്റുകൾക്കായി. 2 സംഭവങ്ങൾ ഇപ്പോൾ ഡേറ്റയിലൂടെ വീണ്ടും കൂട്ടിക്കൊള്ളുന്നു. സമയം, സ്ഥലം, സിഗ്നലുകൾ എല്ലാം ഒരേ ദിശയിലേക്ക് ചൂണ്ടുന്നു. സാർ, കഴിഞ്ഞ 48 മണിക്കൂറിൽ 4 പ്രീപെയ്ഡ് നമ്പറുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കോമൺ ലൊക്കേഷൻ ഉണ്ടോ? ഉണ്ട് സാർ. എല്ലാം ഒരേ ടവർ റേഞ്ചിൽ പിങ് ചെയ്തിട്ടുണ്ട്. ടെമ്പററി നമ്പറുകൾ പോലെ തോന്നുന്നു. അതെ സാർ, ഫേക്ക് ID ഉപയോഗിച്ചുള്ളത്. യൂസേജ് വളരെ കുറവ്. ആക്ടിവേഷൻ ടൈം നോക്കൂ സാർ. എല്ലാം ഏകദേശം ഒരേ സമയത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മൂവ്മെന്റ് ട്രാക്ക് ചെയ്തപ്പോൾ എല്ലാം ഇൻസിഡന്റ് ലൊക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഇൻസിഡന്റ് കഴിഞ്ഞ ഉടൻ എല്ലാം സ്വിച്ച് ഓഫ്. കോർഡിനേറ്റഡ് ആണ്. ഇതൊരു യാദൃച്ഛികമല്ല, ഇതൊരു പ്ലാൻ ആണ്. സാർ, ഒരു നമ്പർ റിപ്പീറ്റ് കോൺടാക്ട് കാണിക്കുന്നു. ആരോട്? വിക്ടിമിനോട്, ഡിവൈഎസ്പിനോട്. ഇൻസിഡന്റിന് മുമ്പ്? അതെ സർ, മൾട്ടിപ്പിൾ കോൾസ്. റാൻഡം അല്ല. ആക്രമണം തുടങ്ങുന്നതിന് മുമ്പേ ബന്ധമുണ്ടായിരുന്നു. ഇര ഇതിനകം ലക്ഷ്യമായിരുന്നു. രാവിലെ വെളിച്ചം പടരുമ്പോൾ സംഭവം ഇനി ഒരു ക്രൈം മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നമായി മാറി. 2 സംഭവങ്ങൾ ഒരേ രാത്രി. മരിച്ചവർ സാധാരണക്കാരല്ല, പോലീസ് സംവിധാനത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ആരോ കൈവച്ചതിന്റെ സൂചനകൾ. ഇതിനി ഒരു അന്വേഷണം മാത്രമല്ല, ഇത് ഒരു മുന്നറിയിപ്പ്. സർ, 2 ഇൻസിഡൻസ് സെയിം നൈറ്റിൽ നടന്നിട്ടുണ്ട്. ഹൈവേ ബ്ലാസ്റ്റിൽ 2 IPS ഓഫീസേഴ്സ്, 2 DYSP സ്പോട്ടിൽ തന്നെ. പാരലലായി ഫാമിലി മർഡർ, ഫുൾ ഫാമിലി ഡെഡ്, ഡോക്യുമെന്റ്സ് മിസ്സിംഗ്. റാൻഡം അറ്റാക്ക് പോലെ തോന്നുന്നില്ല സർ. കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ട്. 4 പ്രീപെയ്ഡ് നമ്പേഴ്സ് ഫേക്ക് ഐഡിയിൽ എടുത്തത്. അതിലൊരു നമ്പർ വിക്ടിം DYSPനെ റിപ്പീറ്റഡ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. Why were they together? സർ, ഒഫീഷ്യൽ മൂവ്മെന്റ് റെക്കോർഡ്സിൽ ക്ലാരിറ്റി ഇല്ല. സീനിയർ ഓഫീസേഴ്സ് റാൻഡമായി മീറ്റ് ചെയ്യില്ല. സംവൺ ബ്രോട്ട് ദം ടുഗദർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നു. സാർ, ഒരു ഓഫീസർ ഉണ്ട്, ഉണ്ണികൃഷ്ണൻ. പ്രോബ്ലം ഓഫീസറാണ് സാർ. റൂൾസ് ഫോളോ ചെയ്യില്ല, ടീം ഇഷ്യൂ ആകും. സാർ, റൂൾസ് ഫോളോ ചെയ്യില്ല, പക്ഷേ സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അവനെ പ്രോബ്ലം ഓഫീസറാണെന്ന് കേട്ടിട്ടുണ്ട്. സിസ്റ്റം പാറ്റേൺ ഫോളോ ചെയ്യും, അവൻ പാറ്റേൺ ബ്രേക്ക് ചെയ്യും. ഒഫീഷ്യലായി ഇൻവോൾവ് ചെയ്യണ്ട, പക്ഷെ അവനെ ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. സുരേഷ്, ഇൻഫോർമലായി അവനെ ഇൻവോൾവ് ചെയ്യൂ.
തീരുമാനമെടുത്തു. പക്ഷെ അതിനൊരു വഴി വേണം. ഔദ്യോഗികമായി അല്ല, കാണാത്ത ഒരു വഴിയിലൂടെ. ചില കേസുകൾ ഫയലുകളിൽ തുറക്കില്ല, ആളുകളിൽ തുറക്കും. ഉണ്ണി, നീ വരണം. നിന്റെ വീടിന്റെ അടുത്തുള്ള കേസാണ്. നിനക്ക് ബെറ്റർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫുൾ ഫ്രീഡം ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി ഇല്ല. ഞാൻ SP അനിൽകുമാറിനെ പറഞ്ഞിട്ടുണ്ട്. അവൻ കോർഡിനേറ്റ് ചെയ്യും. ഹി വിൽ കോപ്പറേറ്റ് വിത്ത് യു. ആൻഡ് മെയിൻ തിങ് ഈസ്, നമ്മൾക്ക് പോയത് 4 ഓഫീസേഴ്സാണ്. അതോടൊപ്പം ഒരു കുടുംബ കൊലപാതകവും. SP അനിൽകുമാർ, ലോ ആൻഡ് ഓർഡർ അവന്റെ കയ്യിൽ, പ്രഷർ അവന്റെ ഡ്യൂട്ടി. പക്ഷെ ട്രൂത്ത്, അതിനവൻ ഒരാളിനെ വിളിക്കും. ഉണ്ണികൃഷ്ണൻ. DIG പറഞ്ഞു നിങ്ങൾ വരുമെന്ന്. ഓണസ്റ്റ്ലി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോ ഇൻവെസ്റ്റിഗേഷൻ? ഫുൾ സ്വിങ്ങിലാണ്. ഫോറൻസിക്, ബോംബ് സ്ക്വാഡ്, ലോക്കൽ ടീം എല്ലാം വർക്ക് ചെയ്യുന്നു. ഇനീഷ്യൽ റിപ്പോർട്ട് പറയുന്നത് ഹൈ ഇമ്പാക്ട് എക്സ്പ്ലോസീവ് ആണ്. സർ, ഹൈ ഇമ്പാക്ട് ബ്ലാസ്റ്റ് ആണ്. ലുക്സ് റാൻഡം. റാൻഡം അല്ല, വെഹിക്കിൾ ടാർഗറ്റ് അല്ല, പാസഞ്ചറാണ് ടാർഗറ്റ്. കമ്മ്യൂണിക്കേഷനിൽ ഒരു നമ്പർ റിപ്പീറ്റഡ്ലി കോൺടാക്ട് ചെയ്തു. വിക്ടിം DYSP. ഫോൺ റിക്കവർ ആയില്ല, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. പക്ഷേ ബാക്കപ്പ് ഡേറ്റ റിട്രീവ് ചെയ്യാൻ കഴിയും. ലാസ്റ്റ് 48 hours കോൾ ട്രേസ് റെഡിയാണ് സർ. ഫാമിലി ആംഗിൾ ചെക്ക് ചെയ്തോ? പ്രൈമറി ചെക്ക് ക്ലീൻ ആണ്. നോ ഇമ്മീഡിയറ്റ് കോൺഫ്ലിക്റ്റ്. സർ, ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആണ്. വാല്യൂബിൾസ് അൺടച്ച്ഡ്. വിച്ച് ഡോക്യുമെന്റ്സ്? സ്റ്റിൽ വെരിഫൈങ് സർ. പക്ഷേ ടാർഗറ്റഡ് സെർച്ച് പോലെ തോന്നുന്നു. SP സർ, ഒരു ചോദ്യം ചോദിക്കട്ടെ? പറയൂ. ഈ കേസ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ എത്ര ടൈം എടുത്തു? സ്റ്റിൽ അനലൈസിങ്. അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ ഓൾറെഡി ഒരു ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റ്, ഫോൺ, മിസ്സിംഗ് ഡോക്യുമെന്റ്സ്. ഇവിടെ എല്ലാവരും ഒരു കൺക്ലൂഷനിലാണ്, റാൻഡം അറ്റാക്ക്. പക്ഷേ റിയൽ കേസിൽ ഫസ്റ്റ് ഡേ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ എല്ലാം വളരെ ക്ലിയർ ആണ്. അതാണ് പ്രോബ്ലം. 2 സംഭവം, സെയിം ടൈം, സെയിം പ്രിസിഷൻ. റാൻഡം അല്ല. സൈബർ സർ, ലാസ്റ്റ് കോൾ ടൈം എക്സാക്റ്റ് ആയി വേണം. യെസ് സർ. ടവർ ലൊക്കേഷൻ ഫുൾ റേഞ്ച് വെരിഫൈ ചെയ്യൂ. മൂവ്മെന്റ് പാറ്റേൺ വേണം. ഓക്കെ സർ. ഹൗസിൽ ഡോക്യുമെന്റ്സ് എന്താ മിസ്സിംഗ് എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യൂ. വർക്കിംഗ് ഓൺ ഇറ്റ് സർ. ഫാസ്റ്റ് ആക്കുക സർ. ടൈം ലൈൻ ബിൽഡ് ചെയ്യണം സർ. എല്ലാം സെയിം ടൈം വിൻഡോയിൽ ആക്റ്റീവ് ആണ്. ആക്ടിവേഷൻ ടൈം, മൂവ്മെന്റ്, ഷട്ട് ഡൗൺ എല്ലാം ഒരു ഡയറക്ഷനിൽ കൺവേർട്ട് ചെയ്യുന്നു. കോർഡിനേറ്റഡ്. റാൻഡം അല്ല സർ. സംവൺ പ്ലാൻ ദിസ്. ഈ നമ്പർ റിപ്പീറ്റഡ് കോൺടാക്ട് ഉണ്ട് വിക്ടിം DYSP-നെ. യെസ് സർ. ഇത് റാൻഡം അല്ല, ഇത് ലീഡാണ്. ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഫേക്ക് ID ആണ് സർ, പക്ഷെ ട്രൈ ചെയ്യുന്നു. ലൊക്കേഷൻ, ലാസ്റ്റ് പിങ് എവിടെ? നിയർ ബൈ ടവർ റേഞ്ച് സർ. ഫുൾ മൂവ്മെന്റ് ട്രേസ് വേണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലിയർ ആയി പറയാം. അൺനോൺ നമ്പേഴ്സ് കോണ്ടാക്ട് ചെയ്തു. ഓഫീസേഴ്സ് ഇവിടെ വന്നു. ബ്ലാസ്റ്റ് നടന്നു. ഇതിലെന്താ മിസ്സിംഗ്? പറയൂ സർ. ഒരു ചെറിയ കറക്ഷൻ. ഓഫീസേഴ്സ് ഇവിടെ വന്നു അല്ല, ഓഫീസേഴ്സ് ഇവിടെ വരുത്തപ്പെട്ടു. ഒരു ബ്ലാസ്റ്റ്, ഒരു മർഡർ, 2 സംഭവങ്ങൾ ഒരേ സമയത്ത്. ആൻസർ എവിടെയാണെന്നറിയാൻ ഉണ്ണി ഇപ്പോ ആ വീട്ടിലേക്ക് നടക്കുന്നു. ഫൈറ്റ് നടന്നിട്ടുണ്ട്. യെസ് സാർ. സ്ട്രഗിൾ മാർക്സ് ഉണ്ട്. എൻട്രി ഫോഴ്സ്ഡ് ആണോ? നോ സർ, ഡോർ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോ അവരറിയുന്ന ആളായിരിക്കും. ഇവിടെ എന്താ മിസ്സിംഗ്? ഡോക്യുമെന്റ് സർ. എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഗോൾഡ് അൺടച്ച്ഡ് അല്ലേ? യെസ് സാർ. അപ്പോൾ റോബറി അല്ല, ടാർഗറ്റ് എന്തോ ഉണ്ടായിരുന്നു. സാർ, ഫാമിലി മോർഡറും ബ്ലാസ്റ്റും കണക്റ്റഡ് അല്ലേ? ടെറർ ലിങ്ക് കൺഫേം ചെയ്യാമോ സാർ? പോലീസ് സൈലന്റ് ആണ്. ഗവൺമെന്റ് എന്താ ഐഡിയ? ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരും. അതുവരെ സ്പെക്കുലേഷൻ വേണ്ട. പ്ലീസ് മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ്. സാർ, ഒരു ഡൗട്ടുണ്ട്. എല്ലാ സോഴ്സസും സെയിം കാര്യം പറയുന്നു. മീഡിയ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്ത് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. സെയിം കാര്യം പറയുന്നു. ഇത് കോയിൻസിഡൻസ് ആയിരിക്കുമോ? ഇല്ല,
ഒരു ലൈൻ ഫോളോ ചെയ്ത ഓപ്പറേഷൻ ആണോ? സർ, കോയിൻസിഡൻസിൽ പാറ്റേൺ ഉണ്ടാക്കില്ല, പക്ഷെ ഇവിടെ പാറ്റേൺ ഉണ്ട്. നിങ്ങൾ പറയുന്നത് നോട്ട് ചെയ്യാം, പക്ഷേ എല്ലാ കാര്യവും പബ്ലിക് ആക്കാൻ പറ്റില്ല. ഇവൾ ഉണ്ണിയുടെ ആരെങ്കിലും ആണോ? അതേ ലാംഗ്വേജ്. സർ, 4 നമ്പേഴ്സ് ആക്റ്റീവ്. ആക്ടിവേഷൻ 2 ദിവസം മുമ്പ്. ടവർ ലൊക്കേഷൻ സെയിം റീജിയൻ. ലാസ്റ്റ് പിങ് ബ്ലാസ്റ്റിന് 20 മിനിറ്റ് മുമ്പേ. ഐഡന്റിറ്റി ഫേക്ക് ഐഡീസ് സാർ. ലാസ്റ്റ് കോൾസ് ഒരു നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് കോൺടാക്ട് ചെയ്തു. വിക്ടിം ഡിവൈഎസ്പിനെ. ഡ്യൂറേഷൻ ഷോർട്ട് കോൾസ് 10-20 seconds. ഇൻസ്ട്രക്ഷൻ കോൾസ്, മീനിങ് എക്സിക്യൂഷൻ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ഗൈഡൻസ് വേണം. അതാണ് ഈ കോൾസ്. ലൊക്കേഷൻ കൺഫേം ചെയ്യണം, മൂവ്മെന്റ് റീകൺസ്ട്രക്ട് ചെയ്യണം. സർ, ഏർലിയർ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ പറയൂ. ലാസ്റ്റ് വീക്ക് അനോണിമസ് ഇൻപുട്ട് വന്നു. സർട്ടൻ ഓഫീസേഴ്സ് ടാർഗറ്റ് ആവുമെന്ന്. വൈ നോട്ട് ആക്റ്റഡ്? സ്പെസിഫിക് ആയിരുന്നില്ല സർ, ആക്ഷനബിൾ അല്ല. വാക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഫിറ്റ് ആവുന്നു അല്ലേ? അതാണ് പ്രോബ്ലം. ഓക്കെ, എല്ലാം കണക്ട് ചെയ്താൽ ഇതൊരു ഓർഗനൈസ്ഡ് അറ്റാക്കാണ്. ഉണ്ണി, നിങ്ങൾ എന്താ പറയുന്നത്? സർ, ഞാനൊരു ചെറിയ ഡൗട്ട് പറയാം. പറയൂ. ഇവിടെ എല്ലാം കറക്റ്റാണ്. കമ്മ്യൂണിക്കേഷൻ, മൂവ്മെന്റ്, ഇന്റലിജൻസ് ഇൻപുട്ട് എല്ലാം സെയിം ഡയറക്ഷനിലാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുമോ സർ? വൈ നോട്ട്? ബിക്കോസ് റിയൽ കേസസിൽ എല്ലാം പെർഫെക്റ്റ് ആവില്ല. ഒരു എവിഡൻസ് മിസ്സാവും, ഇല്ല ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാം ഒരു ആൻസറിലേക്ക് തന്നെ പുഷ് ചെയ്യുന്ന പോലെയുണ്ട്. അതാണ് എനിക്ക് ഡൗട്ട്. ഉണ്ണി, സ്ട്രെയിറ്റ് ആയി പറയൂ, നിങ്ങൾ എന്താ സസ്പെക്ട് ചെയ്യുന്നത്? സർ, ഇത് അറ്റാക്കാണ്, ഡൗട്ടില്ല. പക്ഷേ ടാർഗറ്റ് ആരാണെന്ന് ഡൗട്ടുണ്ട്. ഓഫീസേഴ്സ് അല്ലേ? മേ ബി ഇൻവെസ്റ്റിഗേഷൻ തന്നെ. എന്താ? ഞാനും ഇപ്പോൾ ഷുവർ അല്ല സർ, പക്ഷേ ഒരു കാര്യം ഷുവറാണ്. എന്താ? നമ്മൾ കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നില്ല. Night settles. Investigation continues. But answers move somewhere else. While Unni questions the direction, somewhere else, someone already knows it. Different building, different system, same case, but deeper access. Silent room, screens running, files moving, no noise, only observation. അരവിന്ദ് സർ ഓൾറെഡി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു. അവൻ പറയുന്നത് യൂഷ്വലി കറക്റ്റ് ആവും. ഇതും സെയിം പാറ്റേൺ ആണ്. Inside a closed cabin, a man sits alone, reading, not reacting, not rushing, just processing. Aravind Menon, Intelligence Bureau. കേസ് ഇവിടെയുമുണ്ട്, പക്ഷേ ഇന്റർപ്രിറ്റേഷൻ വേറെയാണ്. One investigation, 2 directions. Glass door opens. Unni and SP walk in. Aravind doesn't look up immediately. He finishes reading, then looks up slowly. അനിൽ, ഫൈനലി ഇവിടെ വരെ വന്നുല്ലേ? സിറ്റുവേഷൻ തന്നെ അങ്ങനെയാണ്. ഇതാണ് ഉണ്ണികൃഷ്ണൻ. കേട്ടിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണോ? ഡിപ്പെൻസ് ആരാണ് പറഞ്ഞത് എന്നതിന്. അരവിന്ദ്, നിങ്ങളുടെ ഇൻപുട്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഷുവർ. പക്ഷേ ഞാൻ ഓൾറെഡി കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വേണ്ട, പ്രോസസ്സ് വേണം. പ്രോസസ് ബോറിംഗ് ആണ്. അതിലാണ് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, 4 പ്രീപെയ്ഡ് നമ്പേഴ്സ്. ആക്ടിവേഷൻ 2 days ബിഫോർ. ടവർ മൂവ്മെന്റ് സെയിം കോറിഡോർ. ഹി സ്വിച്ച് സ്ക്രീൻ. ഇവിടെ ഈ നമ്പർ ഡിവൈഎസ്പിനെ റിപ്പീറ്റഡ്ലി കോൺടാക്ട് ചെയ്തു. ഡ്യൂറേഷൻ ഷോർട്ട് ബേർത്ത്സ്. ലൊക്കേഷൻ കൺഫേം കോൾസ്. സോ മൂവ്മെന്റ് ഗൈഡ് ചെയ്തു. എക്സാക്ട്ലി. ആ അനോണിമസ് വാർണിംഗ്, യെസ്, അത് വേഗായിരുന്നു, പക്ഷെ ഇപ്പോൾ കോണ്ടെക്സ്റ്റിൽ ക്ലിയർ ആകുന്നു അല്ലേ? ലെറ്റ് മീ സിംപ്ലിഫൈ.
ഓഫീസേഴ്സ് ടാർഗറ്റഡ്, മൂവ്മെന്റ് ഗൈഡഡ്, എക്സ്പ്ലോസീവ് പ്ലാന്റഡ്, എവ്രിതിങ് അലൈൻസ്. എക്സാക്ട്ലി, എവ്രിതിങ് അലൈൻസ്. ഇത്ര പെർഫെക്റ്റ് അലൈൻമെന്റ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? അറ്റാക്ക് പ്ലാൻ ചെയ്തവർ ഓർ ഇൻവെസ്റ്റിഗേഷൻ പ്ലാൻ ചെയ്തവർ? അരവിന്ദ്, ഒരു ചെറിയ ഡൗട്ട്. പറയൂ. ഈ ഓഫീസേഴ്സ് ഇവിടെ ഒരുമിച്ച് വരുന്നത് നിങ്ങളുടെ ഇൻപുട്ടിലുണ്ടായിരുന്നോ? നോ, കോയിൻസിഡൻസ്. നിങ്ങൾ എന്തോ കണ്ടുപിടിച്ചു അല്ലേ? ഇല്ല സർ, പക്ഷെ എന്തോ കറക്റ്റ് അല്ല. അരവിന്ദ് പറയുന്നത് റോങ് ആണോ? ഇല്ല, അതിലാണ് പ്രോബ്ലം. നമ്മൾ എന്താ നോക്കണം ഇപ്പോ? നമ്മൾ എവിഡൻസ് നോക്കുന്നത് നിർത്തണം. പിന്നെ നമ്മൾ ആരാണ് എവിഡൻസ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. സർ, എല്ലാം കണക്ട് ചെയ്യുമ്പോൾ സെയിം കൺക്ലൂഷൻ തന്നെ വരുന്നു. ഓർഗനൈസ്ഡ് അറ്റാക്ക്. ക്ലിയർ അല്ലേ സർ? ക്ലിയർ ആണ്. ടു ക്ലിയർ. സർ, എന്താ നെക്സ്റ്റ്? നമ്മളൊരു കാര്യം ചെയ്യാം. എന്താ സർ? നമ്മൾ സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യും. സിസ്റ്റം? സർ, ഇതെന്താ? ഒരു ന്യൂ ലീഡ്. റിയൽ ആണോ? നോ. സർ, ഫേക്ക്? യെസ്. സർ, ഇത് റിസ്കി അല്ലേ? ഓൾറെഡി റിസ്കിയാണ്. നമ്മളിത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നോക്കും ആരാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ തൊടുതാന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. നല്ല അറ്റംപ്റ്റ്. ഇത് ഇമ്മീഡിയറ്റ്ലി സർക്കുലേറ്റ് ചെയ്യും. പ്രയോറിറ്റി ടാഗ് ചെയ്ത്. സർ, വെരിഫൈ. ടൈമില്ല. പുഷ് ഇറ്റ്. സർ, ന്യൂ ഇന്റർസെപ്റ്റ്. എന്താ സർ? നോൺ ക്രിമിനൽ നെറ്റ്വർക്കോട് മാച്ച് ആകുന്നു. ഇത് സ്ട്രോങ് ആണ്. ഉണ്ണി വെയിറ്റ് ചെയ്യൂ സർ. സർ, ഈ ഗ്യാങ് ഓൾറെഡി സസ്പെക്ട് ലിസ്റ്റിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാച്ച് ചെയ്യുന്നു. എക്സ്പ്ലോസീവ് കോമ്പോസിഷൻ സിമിലർ ആണ്. വി ആർ ഗെറ്റിംഗ് സംവേ. ദിസ് ഇസ് ഇറ്റ്. ഗ്യാങ് ഓൾറെഡി ആക്റ്റീവ്. ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സംതിങ് റിലേറ്റഡ് കണ്ടുപിടിച്ചു. ഫാമിലി ഹൗസിൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. എവറിത്തിങ് ഫിറ്റ്സ്. റൂം നോഡഡ്. അഗ്രിമെന്റ്. ഓൺലി ഉണ്ണി സ്റ്റിൽ തിങ്കിങ്. സിമ്പിൾ. ഫാമിലിയിൽ ഒരു മെമ്പർ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇൻഡയറക്റ്റായി ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദേ എലിമിനേറ്റഡ് വിറ്റ്നസസ്. ഡോക്യുമെന്റ്സ് മിസ്സിംഗ്. മാച്ച് ആവുന്നു സർ. സോ ഫാമിലി മർഡർ, എവിഡൻസ് റിമൂവൽ, ബ്ലാസ്റ്റ്, ഓഫീസർ ടാർഗറ്റിംഗ്. എവറിത്തിങ് മേക്സ് സെൻസ്. Unni, silent, observing. He's the only one not convinced. Siren. Police convoy moves. Doors break open. Commandos storm inside. Suspects run. Chased. Caught. Weapons laid out. Sir, gang members custody. Handcuffs lock. Wide shot. All suspects lined up. Weapons displayed in front. Police stand behind. Control established. Unni enters in uniform. All officers stand. Applause slowly starts. He walks forward. Steady. No expression. Unni, good work. Department needs officers like you. Case close ആയി. എല്ലാവർക്കും ക്ലിയർ. പക്ഷെ ഉണ്ണിക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ട്. യെസ് സർ. എന്ത് സഹായം? അരവിന്ദ് സാറിനെ കാണണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇത് അർജന്റ് ആണ്. ഒരു നിമിഷം സർ, ചെക്ക് ചെയ്ത് പറയാം. വേരു ഉണ്ണി, കേസൊക്കെ ക്ലോസ് ആയല്ലോ. യൂണിഫോമിലൊക്കെ നല്ല പോലെ ചേരുന്നു. സാർ, ഒരു കാര്യമുണ്ട്. കേസ് ക്ലോസ് ആയെങ്കിലും എന്തോ മിസ്സിംഗ് പീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലൊരു കാരണാവനുണ്ട് സാർ. എന്തിനങ്ങനെ തോന്നുന്നു ഉണ്ണി? എവിഡൻസ്, മൂവ്മെന്റ്സ് എല്ലാം ഒരു പ്ലാൻ പോലെ കണക്റ്റ് ആവുന്നു. അതൊക്കെ കോയിൻസിഡൻസ് ആയിരിക്കാം. കോയിൻസിഡൻസ് അല്ല സാർ, പാറ്റേൺ ആണ്. ആ
പാറ്റേൺ സ്ട്രെയിറ്റ് നിങ്ങളിലേക്കാണ്. കെയർഫുൾ ഉണ്ണി. പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് കണ്ടെത്തണം. അതെൻ്റെ ജോബാണ്. ഐ നോ നിങ്ങളാണ്. സാർ, ഇത് ജസ്റ്റ് ഡൗട്ടല്ല. കോൾ ലോഗ്സ്, മൂവ്മെന്റ് പാറ്റേൺ എല്ലാം കണക്റ്റ് ആവുന്നു. കോയിൻസിഡൻസ് അല്ല, ഡിസൈനാണ്. ആ ഡിസൈൻ്റെ സെന്ററിൽ നിങ്ങളാണ്. സ്ട്രോങ് ആണ് ഉണ്ണി. പക്ഷേ സ്ട്രോങ് ആയാൽ മാത്രം ട്രൂത്ത് ആവില്ല. പ്രൂഫ് എവിടെ? ഫൈനലി നീ കറക്റ്റ് ഡയറക്ഷനിൽ വന്നു. ആൻസർ നിനക്ക് ഓൾറെഡി അറിയാം. നടന്നതല്ല, അലൗ ചെയ്തതും. സിസ്റ്റംക്ക് സ്റ്റെബിലിറ്റി വേണം ഉണ്ണി. ട്രൂത്ത് എല്ലാം പുറത്തു വന്നാൽ കെയോസ്. ഇത് ബാലൻസ് അല്ല സർ, ഇത് ക്രൈമാണ്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർത്തു വെക്കണം. ഐ വിൽ ബ്രിങ് യു ഡൗൺ. ലെറ്റ്സ് സീ, നിനക്കെന്ത് വേണമെന്ന് നോക്കിക്കോ ഉണ്ണി. ഞാൻ വരും. നിങ്ങളുടെ ഗെയിം ഇവിടെ അവസാനിക്കും. അരവിന്ദാണ് മാസ്റ്റർ മൈൻഡ്, ഡൗട്ടില്ല. പ്രൂഫ് ഇൻഡയറക്റ്റ് ആണ്, പക്ഷേ പാറ്റേൺ ക്ലിയർ ആണ്. പബ്ലിക് ഓൾറെഡി ബിലീവ് ചെയ്തു. കേസ് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ റീഓപ്പൺ ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൊളാപ്സ് ആകും. മീഡിയ നമ്മളെ കോമഡി ആക്കും സാർ. പണിഷ്മെന്റ് വേണം, ബട്ട് സൈലന്റ്ലി. ഡിമോഷൻ പ്ലസ് ട്രാൻസ്ഫർ, നോ പവർ പൊസിഷൻ. ഇന്റേണൽ ആക്ഷൻ, നോ പബ്ലിക് റെക്കോർഡ്. കേസ് ഒഫീഷ്യലി ക്ലോസ്ഡ് തന്നെ. അരവിന്ദ്, യു ആർ ബീങ് റിമൂവ്ഡ്. ട്രാൻസ്ഫർ, നോട്ട് എക്സാക്ട്ലി. ഇന്റേണൽ എൻക്വയറി. Confidential? Yes. Demotion. No field access. No authority. Expected. Officially, you are clean. Aravind, you are exposed. Why did you do this? Because truth alone useless ആണ്. ഞാൻ വാർണിംഗ് കൊടുത്തിരുന്നു. ആരും കേട്ടില്ല. പീപ്പിൾ മരിച്ചു. സിസ്റ്റം സൈലൻസ് ചൂസ് ചെയ്തു. ട്രൂത്ത് പവർ അല്ല, അക്സെപ്റ്റൻസ് ആണ് പവർ. അക്സെപ്റ്റൻസ് ഫോഴ്സ് ചെയ്യണം. അപ്പോൾ മാത്രം സിസ്റ്റം കേൾക്കും. ക്രൈം എന്ന് വിളിച്ചാലും ലൈവ്സ് സേവ് ചെയ്താൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഡിമോഷൻ, ട്രാൻസ്ഫർ, നോ അതോറിറ്റി, കേസ് ക്ലോസ്ഡ്. ഡിമോട്ടഡ് ടു DYSP റാങ്ക്, ട്രാൻസ്ഫർ ടു പാലക്കാട്. നോ ഫീൽഡ് ആക്സസ്, നോ ഓപ്പറേഷണൽ പവർ. എക്സ്പെക്റ്റഡ്. ഒഫീഷ്യലി you are clean. Stands up. Composed. That's all that matters. Turns. Slight smile. Good day. Case closed. System satisfied. Truth buried. But game still not over. Sunset Road. Police lights flashing. Unni silent. SP Anil Kumar. ഉണ്ണി, ഇത് ഇവിടെ വരെ വന്നു. സർ, ഇത് ഇവിടെ തീർന്നില്ല. എനിക്കറിയാം. പക്ഷെ കെയർഫുള്ളായി പോകണം ഉണ്ണി. ഇവിടെ നടക്കുന്നത് നീ അറിയുന്നതിലും വളരെ വലുതാണ്. സിസ്റ്റമാണിത്. സർ, ഞാൻ നിർത്തില്ല. Later. Street. Nalini enters. Small smile. Respect. ഈ കേസ് നമ്മൾ മാത്രമല്ല, നിങ്ങളും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. മീഡിയ പ്രഷർ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇത്രയും ദൂരം വന്നിരിക്കില്ല. ട്രൂത്ത് വരണമെന്ന് ഞാൻ ചെയ്തത്, പക്ഷെ എല്ലാം പുറത്തു വരില്ല സർ. അപ്പോ ശരി. Close on file. Stamp ready. Hand press a stamp. Case closed. ഓഫീസർ കില്ലിംഗ്സ് കേസ് അവസാനമായി തീർത്തു. ഗാങ് കസ്റ്റഡിയിലാണ്. പബ്ലിക് സേഫ്. കേസ് ക്ലോസ്ഡ്. ബട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റിൽ റിമെയിൻ. എല്ലാവർക്കും ന്യൂസ് കംപ്ലീറ്റ്. Anni sits alone, flipping through files. File label. Closed case, unnatural death. 3 years ago. Unni frowns. Something feels off. He pulls out a photograph. Stares. Unni's eyes tighten. Recognition hits. Papers, entries, numbers, patterns. His breathing slows. Mind connecting dots. Stamp on file. Case closed. No further action. Unni freezes, staring at it. He turns the last page. Signature visible. Arvind Menon, Intelligence Officer.
Unni's face hardens. Truth sinks in. Unni, whisper. Shaken. ഇത് ക്ലോസ് ചെയ്തത് ആരെ? Silence answers. ഇതൊരു കേസല്ല, ഇത് തുടക്കം. അരവിന്ദ് ഒരു പുതിയ ജീവിതം തുടങ്ങി. ഓർഡറും റെസ്പെക്റ്റും നോർമൽസിയും ഉള്ളൊരു ജീവിതം. അവൻ പഠിപ്പിക്കുന്നു റൂൾസ്, പ്രിൻസിപ്പിൾസ്, ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ അവൻ പറയുന്ന സത്യങ്ങൾ അവൻ ജീവിച്ചതുപോലെയല്ല. കരുതിയതുപോലെ എല്ലാം കഴിഞ്ഞിട്ടില്ല. ഉണ്ണി ഇപ്പോഴും നോക്കുന്നു. ഒരു ദിവസം ട്രൂത്ത് വരും. ആൻഡ് ദിസ് ടൈം അത് മാനേജ് ചെയ്യാൻ പറ്റില്ല.